നമ്മൾ അഗ്ലോണിമ വേര് പിടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. വേര് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് സൈഡിൽ എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ കുപ്പികളിലൊക്കെ വെച്ചിട്ട് സൈഡിൽ വെക്കല്ലേ ചെയ്യുക വീടിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ കൂടുതലും സംഭവിക്കലെന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ നല്ല നല്ല അഗ്ലോണിമ നമ്മൾ പൈസ കൊടുത്ത് നല്ല വില കൊടുത്ത് വാങ്ങുകയും ചെയ്യും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് എങ്ങനെയോ കിട്ടിയതാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എവിടെയും സൈഡിൽ പാത്രത്തിൽ വെച്ച് വേര് പിടിക്കട്ടെ വെച്ചാൽ എന്താവും, അത് ഒരു പൂച്ച എവിടെയെങ്കിലും ഓടിയാലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടിയാൽ ഏതെങ്കിലും കാല് തട്ടിയാൽ നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല. ഏതോ അതും ചിന്താഗതിയായിട്ട് നടക്കുക ഓരോ ജോലിയിലും ഇതിലൊക്കെ. അപ്പോൾ തട്ടി അങ്ങനെ കുട്ടികളൊക്കെ തട്ടിപ്പോയാൽ അത് മറിഞ്ഞു പോകുമ്പോൾ നല്ല വില പിടിപ്പുള്ള കുറേ അഗ്ലോണിമയൊക്കെ നമുക്ക് നഷ്ടപ്പെടും, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. അപ്പോൾ അങ്ങനെ വരാതെക്കാനുള്ളൊരു ഐഡിയയും കൂടി കേട്ടോ. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഐഡിയ തോന്നിയതാണ്. പക്ഷെ എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണേ. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കുക, ഇങ്ങനെ മുറിച്ചെടുക്കുക. പഴയ ഒരു കത്തിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച, ഗ്യാസുമ്മൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതുപോലെ മതിൽമലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യണത്. മതിൽമൽ ആണി അടിക്കുകയാണ്. അപ്പോൾ മതിലെന്ന് വെച്ചാൽ മുന്നിലൊന്നല്ല കേട്ടോ, ഇത് ബാക്കിൽ നമ്മൾ വീടിൻ്റെയൊക്കെ ബാക്കിലും സൈഡിലൊക്കെ ഉള്ളേ മതിൽമൽ ഉപയോഗിച്ചാൽ മതി. അല്ലെ നമ്മളെ വീട്ടിലുള്ളവർ തച്ച് പായിപ്പിക്കേ, നല്ല മതിൽമലൊക്കെ കൊണ്ടുപോയി ആണി അടിച്ചാൽ. ഇത് നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലമൊന്നുമല്ല, ബാക്ക് ഭാഗമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ എന്നെ ഈ ചുറ്റിക എടുത്ത് തലക്ക് തല്ലും. അപ്പോൾ ഓല് കാണാതെ ചെയ്യാണ് ഇതൊക്കെ. പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ അഗ്ലോണിമ ഉണ്ടായിരുന്നേ. അപ്പോൾ ചെറിയൊരു ബിസിനസ് മാതിരി അങ്ങനെ ഓൺലൈനിലും വലിയ കച്ചവടമൊന്നുമല്ല, ചെറിയ ഇതിലിങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. ചെറിയൊരു ഒരു നഴ്സറി പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ സംഭവങ്ങളൊന്നും അല്ലാതെ. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ളതാണ്. അപ്പോൾ വീട് പണിയൊക്കെ ആയപ്പോൾ പിന്നെ ഇതൊക്കെ സൈഡായിപ്പോയി. കുറേ ഉണ്ടായിരുന്നു, ഒരുപാട് നശിച്ചു പോയി. പിന്നെ എനിക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം കഴിയാതായി പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം അതൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി പഴയ മാതിരി ചെയ്തു നോക്കുകയാണ്, ഒരാഗ്രഹം. അപ്പോൾ നമ്മളെ മാനസികമായിട്ട് നമുക്കെല്ല സന്തോഷം വരും. അതുപോലെ നമുക്ക് ഓൺലൈനിലൊക്കെ കച്ചവടം ചെയ്യാം കേട്ടോ, അതേപോലെ ഉണ്ടാക്കിയിട്ട്. അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ പറയുകയാണേ. അപ്പോൾ അത് വരുന്നത് നമ്മളിങ്ങനെ കാണും ചെയ്യും കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഭയങ്കര രസം. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ എല്ലാം ചെയ്തു നോക്കിയിട്ടോ, താല്പര്യമുള്ളവരൊക്കെ. എന്നാൽ ശരി, ഓക്കെ.